കാസർഗോഡ് ജില്ല യഥാർത്ഥത്തിൽ വികസന രംഗത്ത് മാറ്റമുണ്ടായത് ഈ 10 വർഷത്തിനകമാണ് എന്നുള്ളത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ മെക്കാടം റോഡ് എന്ന് പറയുന്ന റോഡ് ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ ഉണ്ടായത് ഒരു KSTP റോഡിലൂടെ മാത്രമാണ്. നമ്മുടെ ജില്ലയിൽ മെക്കാടം റോഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല കാസർഗോഡ് ജില്ലയിൽ. ഇവിടെ UDFൻ്റെ MLA മാരുള്ള മണ്ഡലം, അതോടൊപ്പം തന്നെ 2 മണ്ഡലമാണ് UDFൻ്റെ MLA മാരുള്ള മണ്ഡലം, അതോടൊപ്പം തന്നെ LDFന് MLA മാരുള്ള 3 മണ്ഡലം. ഈ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങൾ നിങ്ങൾ നോക്കൂ. LDFൻ്റെ 3 മണ്ഡലവും UDFൻ്റെ 2 മണ്ഡലവും. ഈ 5 മണ്ഡലത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഈ 10 കൊല്ലക്കാലം കൊണ്ടാണ്. ഞാൻ ഓരോന്നിൻ്റെയും കണക്ക് വെച്ച് പറയാം. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ എതിർത്ത UDFൻ്റെ നേതൃത്വം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി നിർത്തലാക്കുമെന്ന് പറഞ്ഞ നേതൃത്വം, അതിന് നേതൃത്വം കൊടുത്ത MLA മാരെല്ലാം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജില്ലയിലെ എല്ലാ MLA മാരുടെയും വികസന പ്രവർത്തനങ്ങൾ ജില്ലക്കകത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്. കണക്കുകളും രേഖകളും വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിയും. ബഹുമാന്യനായ ശ്രീ NA നെല്ലിക്കുന്ന് നേതൃത്വം വഹിക്കുന്ന കാസർഗോഡ് മണ്ഡലം, അതോടൊപ്പം തന്നെ ശ്രീ AK അഷ്റഫ് നേതൃത്വം കൊടുക്കുന്ന മഞ്ചേശ്വരം മണ്ഡലം, LDFൻ്റെ മണ്ഡലം 3 മണ്ഡലം പുറമെ ഈ മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മേജർ റോഡുകളും നിങ്ങൾ നോക്കൂ. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 കൊല്ലക്കാലം കൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏറ്റവും മികച്ച ഗതാഗത സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പാലങ്ങൾ, റോഡുകൾ, ഫ്ലൈ ഓവറുകൾ, അതോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ. എന്തിനേറെ പറയുന്നു, പഴയ ചെർക്കളം സ്കൂളാണോ ഇന്നത്തെ ചെർക്കളവ് സ്കൂൾ? എന്തായിരുന്നു പഴയ ചെർക്കളവ് സ്കൂളിൻ്റെ അനുഭവം? ഞാൻ വിദ്യാർത്ഥി രംഗത്ത് SFIയുടെ ജില്ലാ സെക്രട്ടറിയാക്കി പ്രവർത്തിച്ച് എത്രയോ ദീർഘകാലം അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളാണ്. ആ സ്കൂളിൻ്റെ ഇന്നത്തെ വികസന നേട്ടം എന്താണ്? ഈ മഞ്ചേശ്വരത്തുള്ള എല്ലാ സ്കൂളുകളെയും നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. ഈ മണ്ഡലത്തിനകത്ത് ഏത് മുക്കിലും മൂലയിലും പോയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം എന്താണ്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു, മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. തറക്കല്ലിട്ട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ മെഡിക്കൽ കോളേജ് ആവില്ലല്ലോ. ഈ 10 കൊല്ലക്കാലം കൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ആ മെഡിക്കൽ കോളേജ് ഒരു കോളേജായി മാറിയിട്ടുള്ളത്. പോസ്റ്റുകൾ അനുവദിച്ചു, ഡോക്ടർമാരെ അനുവദിച്ചു, കെട്ടിടമുണ്ടാക്കി. ഇതെല്ലാം പണിതത് ഈ കാലഘട്ടത്തിലാണ്. ഇതെല്ലാവർക്കും നോക്കിക്കാണാൻ കഴിയുന്ന കാര്യമാണ്.